നമസ്കാരം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ആപ്പ് എന്ന പാർട്ടിയുടെ തുടക്കം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അത് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തത്, തുടർന്ന് ഇപ്പോഴെത്തി നിൽക്കുന്ന അവസ്ഥ, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് 2010-2012 UPA ഭരണകാലത്ത് അതിശക്തമായ അഴിമതി നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന മൂവ്മെൻറ്റ് അണ്ണാ ഹസാരെയുടെ കീഴിൽ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന പോലെ തുടങ്ങിയതാണ് AAP പാർട്ടിയുടെ പ്രാരംഭം. അണ്ണാ ഹസാരെ, ശാന്തി ഭൂഷൺ, പ്രശാന്ത് ഭൂഷൺ, അരവിന്ദ് കെജ്രിവാൾ മുതലായവർ ശക്തമായ പിന്തുണയോടുകൂടി ജന്തർ മന്ദറിൽ സത്യാഗ്രഹം ഇരുന്ന അണ്ണാ ഹസാരെ ശക്തമായ പ്രക്ഷോഭമാണ് UPA സർക്കാരിനെതിരെ അഴിച്ചുവിട്ടത്. തുടർന്ന് അവർ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഫോം ചെയ്യുകയായിരുന്നു. അതാണ് AAP. AAP ഫോം ചെയ്യുന്ന വേളയിൽ തന്നെ അണ്ണാ ഹസാരെ അതിൽ നിന്ന് ഒഴിവാവുകയായിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടാൽ തങ്ങൾ രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥികളാക്കുന്നവർ അധികാര സ്ഥാനങ്ങളിലെത്താൻ വേണ്ടി അഴിമതിക്കാരായി കൂട്ടുകൂടേണ്ടി വരും എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാതെ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് മാത്രമായിട്ട് നിലനിൽക്കാനായിരുന്നു അണ്ണാ ഹസാരെയുടെ താല്പര്യം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും കമ്പാനിയൻസുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ, പ്രശാന്ത് ഭൂഷൺ, യോഗേന്ദ്ര യാദവ് മുതലായവർ ഇതിനെ എതിർക്കുകയും പൊളിറ്റിക്സിലൂടെ അധികാര സ്ഥാനങ്ങളിൽ എത്തിയാൽ മാത്രമേ തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും അതിനുശേഷം 2026 നവംബർ 12 ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ AAP എന്ന പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ഝാഡു അഥവാ ചൂൽ ആയിരുന്നു അവരുടെ എലക്ഷൻ സിമ്പിൾ. ചൂൽ ഉപയോഗിച്ച് എല്ലാം തൂത്തു വൃത്തിയാക്കും എന്നതായിരുന്നു അന്നത്തെ മോട്ടോ. സ്വരാജ്, എനിക്ക് സ്വരാജ് വേണം എന്നതായിരുന്നു അവരുടെ നിലപാടുകൾ. അവർ അവരുടെ ഐഡൽസായി കണ്ടിരുന്നത് സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, BR അംബേദ്കർ മുതലായവരെയായിരുന്നു. ആപ്പ് ആ സമയത്ത് നിലനിന്നിരുന്ന നിർഭയ കേസ് മൂലം കോൺഗ്രസിനെതിരെ, വിശേഷിച്ച് ഷീല ദീക്ഷിത്തിനെതിരെ ഉണ്ടായിരുന്ന ശക്തമായ പ്രതിഷേധം മുതലാക്കുകയും അരവിന്ദ് കെജ്രിവാൾ ഷീല ദീക്ഷിത്തിനെതിരെ മത്സരിക്കുകയും ഷീല ദീക്ഷിത്തിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് വന്ന ഇലക്ഷനിൽ 70 സീറ്റിൽ ഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലിയിൽ അവർ 27-28 സീറ്റുകൾ നേടുകയും കോൺഗ്രസ് സപ്പോർട്ടോടുകൂടി അധികാരത്തിൽ വരികയും ചെയ്തു. എന്നാൽ വെറും 45 ദിവസത്തിന് ശേഷം ആ ഗവൺമെൻറ് പിരിച്ചുവിടുകയും തുടർന്ന് 2015 ശക്തമായി 67 സീറ്റ്, 70 സീറ്റിൽ 67 സീറ്റ് നേടിക്കൊണ്ട് ആപ്പ് ഒരു വൻ തിരിച്ചുവരവ് തന്നെ നടത്തി. തുടർന്ന് അങ്ങോട്ട് ആപ്പ് ഒരു നാഷണൽ പാർട്ടിയായി ഉയരുകയായിരുന്നു. അവിടെ മാത്രമല്ല, തുടർന്ന് പഞ്ചാബിൽ അധികാരത്തിൽ വന്നു, ഹരിയാനയിൽ ഇലക്ഷനിൽ മത്സരിച്ചു, ഗുജറാത്തിൽ മത്സരിച്ച ശേഷം ഏതാണ്ട് 12% വോട്ട് കരസ്ഥമാക്കുകയും 4-5 സീറ്റ് കരസ്ഥമാക്കിക്കൊണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് പകരം തങ്ങളായിരിക്കും പ്രതിപക്ഷം എന്ന പ്രതീതി ഉളവാക്കുകയും ചെയ്തു. പ്രധാന അജണ്ട സോഷ്യലിസ്റ്റ് രീതി അല്ലെങ്കിൽ സൗജന്യങ്ങൾ കൊടുക്കൽ, സ്ത്രീകൾക്ക് വിശേഷിച്ച് സൗജന്യ യാത്ര, മഹോല്ല ക്ലിനിക്സ്, ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ബസ് റൈഡ്സ് ഫോർ ഫീമെയിൽസ്, ഫ്രീ മെട്രോ റൈഡ്സ് ഫോർ ഫീമെയിൽസ് മുതലായ ആകർഷകമായ പരിപാടികളായിരുന്നു. തുടർന്ന് ഇലക്ട്രിസിറ്റി ബില്ലിൽ വൻ കുറവ് വരുത്താനും അവർ ശ്രമം നടത്തി. ഇങ്ങനെയെല്ലാം തുടർന്നിരുന്നെങ്കിലും ആം ആദ്മി പാർട്ടി അതിൻ്റെ കോർ ഐഡിയോളജിയായ എഗെയിൻസ്റ്റ് കറപ്ഷൻ, എഗെയിൻസ്റ്റ് നെപ്പോട്ടിസം എന്നതിൽ ഗ്രാജുവലായിട്ട് വെള്ളം ചേർക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് അതിൻ്റെ ശനിദശാകാലം ആരംഭിക്കുന്നത്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷനിൽ തുടക്കത്തിലെ പങ്കാളികളായിരുന്ന യോഗേന്ദ്ര യാദവ്, ശാന്തി ഭൂഷൺ, മുതലായവർ 2015 ഒരു തുറന്ന കത്ത് എഴുതിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും അരവിന്ദ് കെജ്രിവാൾ ഒരു ഡിക്റ്ററ്റോറിയൽ ശൈലിയിൽ അല്ലെങ്കിൽ ഏകാധിപത്യപരമായിട്ടാണ് പെരുമാറുന്നത്, തന്മൂലം തങ്ങൾക്ക് ഇതുമായി തുടരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് പാർട്ടി വിടുകയുമായിരുന്നു ചെയ്തത്. അതിനുശേഷം ഷാസിയ ഇൽമി, അശ്വതോഷ് മുതലായവർ ആം ആദ്മി പാർട്ടി ഉപേക്ഷിക്കുകയും ഒരാൾ BJPയിലേക്കും മറ്റൊരാൾ കോൺഗ്രസിലേക്കും പോവുകയുണ്ടായി. ലിക്വർ സ്കാം അല്ലെങ്കിൽ ലിക്വർ ഡിസ്ട്രിബ്യൂഷനിൽ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പുതിയ നിയമങ്ങൾ കൊണ്ടുപോകുന്നത് അഴിമതിക്ക് വേണ്ടിയായിരുന്നു എന്ന ആരോപണത്തിലാണ് ആപ്പ് അടിപതറിയത്.
തുടർന്ന് അരവിന്ദ് കെജ്രിവാളിനൊപ്പം പങ്കാളികളായിരുന്ന മനീഷ് സിസോദിയ എന്നിവർ അറസ്റ്റിലാവുകയും അതിനുശേഷം അതിൽ നിന്ന് 6 മാസത്തോളം ജയിലിൽ വസിക്കേണ്ടതായി വന്നു. ഇതിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അറസ്റ്റിലായ ശേഷവും അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാൻ വിസമ്മതിച്ച് കുറേ നാളോളം കടിച്ചു തൂങ്ങാനുള്ള ശ്രമം ഉണ്ടായതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ മങ്ങലേൽപ്പിക്കാൻ ഇടയാക്കിയത്. അതിനുശേഷം വന്ന CM കാൻഡിഡേറ്റ് ചെയർ ഒഴിച്ചിട്ടുകൊണ്ട് അത് തൻ്റെ അധികാരപരിധിയിൽ പെട്ടതല്ല, അത് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വരുമ്പോൾ ഉപയോഗിക്കാനാണ് എന്നുള്ള മട്ടിൽ ഒരു രാമന് വേണ്ടി കാത്തിരിക്കുന്ന ഭരതൻ്റെ റോൾ നിർവഹിക്കുക മാത്രമാണ് താൻ എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുകയും തന്മൂലം ഒരു അപഹാസ്യ കഥാപാത്രമാവുകയും ചെയ്തു. ഈ സിംഗിൾ മാൻ പാർട്ടി എന്ന AIADMK DMK പോലുള്ളവരുടെ അവസ്ഥയിലേക്ക് ആം ആദ്മി പാർട്ടിയും വഴിതെറ്റുന്നു എന്ന സംശയം ജനങ്ങളിൽ ഉളവാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായിരുന്നു അത്. ഇത് മാത്രമല്ല, ശീഷ് മഹൽ അല്ലെങ്കിൽ താങ്കൾ താമസിക്കുന്ന ആ വീട് വാടക അല്ലെങ്കിൽ ഔദ്യോഗിക ഭവനം മോടി കൂട്ടാനും വൃത്തിയാക്കാനുമായി ഒരുപാട് പണം ചെലവഴിച്ചു അരവിന്ദ് കെജ്രിവാൾ എന്നത് വാർത്ത പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ ആം ആദ്മി അല്ലെങ്കിൽ സാധാരണക്കാരൻ എന്ന ഇമേജിന് വളരെയധികം കോട്ടം സംഭവിക്കാനിടയാക്കി. IRS രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന അദ്ദേഹത്തിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു പുതിയ രാഷ്ട്രീയമാണ് പലരും ഉദ്ദേശിച്ചിരുന്നത്. ആം ആദ്മി പാർട്ടിയിൽ ആകൃഷ്ടരായി ഒരുപാട് സാംസ്കാരിക നായകർ കേരളത്തിലും ഈ പാർട്ടിയിൽ ചേർന്നിരുന്നു. കാരശ്ശേരി മാഷ്, അതല്ലെങ്കിൽ ഒരുപാട് സാഹിത്യകാരന്മാർ ഒക്കെ ചേർന്നെങ്കിലും പിന്നീട് ഇത്തരം നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ ആ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെക്കുകയാണ് തുടർന്നും കേരളത്തിലും നമ്മൾ കാണാനിടയായത്. ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജിക്ക് ശേഷവും അതിനുശേഷം ഡൽഹിയിലുണ്ടായ ഇലക്ഷൻ ലോസിനും ശേഷവും ആം ആദ്മി പാർട്ടി വല്ലാത്തൊരു ദുരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പഞ്ചാബിൽ മാത്രമാണ് അവർക്ക് ഭരണമുള്ളത്. പഞ്ചാബിൽ ഭരണമുള്ളപ്പോൾ തന്നെ പഞ്ചാബിൽ നിന്നുള്ള 7 രാജ്യസഭാ MP-മാരും രാജീവ് ചഡ്ഡയുടെ നേതൃത്വത്തിൽ അശോക് മിത്താൽ, സ്വാതി മലിനാൽ, ഹർഭജൻ സിംഗ് മുതലായവർ രാജിവെക്കുകയും BJPയിൽ ലയിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. 10 പേരിൽ 7 പേർ രാജിവെച്ചതിനാലും BJPയിൽ ലയിക്കാൻ തീരുമാനിച്ചതിനാലും 2/3 മെജോറിറ്റി ആയതിനാൽ ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇവിടെ ബാധകമാകുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമൂലം തന്നെ യാതൊരു നിലയ്ക്കും പാർട്ടിക്ക് പുറത്താക്കാനോ മറ്റു കാര്യങ്ങൾക്കോ കഴിയുകയില്ല. തുടർന്ന് വരുന്ന വാർത്തകൾ രാജീവ് ചഡ്ഡയുടെ കീഴിൽ ഏതാണ്ട് 40ഓളം MLA-മാർ പഞ്ചാബിൽ രാജിവെക്കാൻ തയ്യാറായി നിൽപ്പുണ്ട് എന്നുള്ള മട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചാബിൽ സർക്കാർ വീഴുകയും ഭഗവന്ത് മാനിന് രാജിവെക്കേണ്ടതായി വരികയും ചെയ്യാൻ സാധ്യതയുണ്ട്. പഞ്ചാബിലെ കൂടി അധികാരം നഷ്ടപ്പെടുന്ന ശേഷം ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ തുലോം പരിതാപകരമായിരിക്കും. എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഈ അവസ്ഥയിലെത്തിയത് എന്ന് ആലോചിച്ചാൽ അതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത് 3 കാരണങ്ങളാണ്. ഒന്ന്, എന്തിനെതിരെയാണോ അവർ സംസാരിച്ചത്, ശബ്ദിച്ചത്, അതിലേക്ക് തന്നെ വഴി തുറക്കുന്ന രീതിയിലാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ആം ആദ്മി പാർട്ടി നടത്തിയത്. അവർ കൊറപ്ഷനെതിരെ സംസാരിച്ചു, ജൻ ലോക്പാൽ ബില്ലിനായി ശ്രമിച്ചു കൊണ്ടുവന്ന പാർട്ടി തുടർന്ന് ലിക്വർ സ്കാമിൽ അതിലെ പ്രധാനികളായ മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും ജയിലിലാകുന്നത് വളരെ വിരോധാഭാസമായി നമുക്ക് തോന്നിയേക്കാം. എങ്കിലും അത് അവരുടെ പ്രതിച്ഛായയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു വൺ മാൻ ഷിപ്പ് അല്ലെങ്കിൽ ഒരു കുടുംബാധിപത്യ പാർട്ടിയിലെ ഒരാൾ പറയുന്നു മറ്റുള്ളവർ തീരുമാനിക്കുന്നു എന്ന രീതിയിലേക്ക് ആം ആദ്മി പാർട്ടിയെ കൊണ്ടുകെട്ടാൻ ശ്രമിക്കുന്നു കെജ്രിവാൾ എന്ന ആരോപണം അതിശക്തമായി നിലനിൽക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായപ്പോൾ തൻ്റെ ഭാര്യ, പാർട്ടിയിലെ ആരുമല്ലാതിരുന്ന തൻ്റെ ഭാര്യയെയാണ് മെസ്സേജ് കൊടുക്കാൻ ഏൽപ്പിച്ചത്. അദ്ദേഹം രാജിവെക്കാതെ ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങി എന്നത് നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരുപാട് മോശം പ്രതിച്ഛായയ്ക്ക് ഇടയാക്കി എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. മൂന്നാമത്, ലല്ലു പ്രസാദ് യാദവ് മുതലായവരുമായി ബീഹാറിൽ കൂട്ടുചേർന്നുകൊണ്ട് ആരെയെല്ലാം ജയിലിലിടണമെന്ന് പറഞ്ഞോ അവർക്ക് ഒപ്പം തന്നെ പങ്കുചേർന്നുകൊണ്ട് താഴേക്ക് പോകുന്ന പ്രതിച്ഛായയ്ക്ക് കൂടുതൽ കളങ്കം പറ്റാൻ മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് പിന്നീട് കഴിഞ്ഞുള്ളൂ. നമ്മൾ തുടർന്ന് നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കാനുള്ള കാരണം എന്തിനെതിരെയാണോ അവർ
തീരുമാനിച്ചത്, പ്രവർത്തിച്ചത്, എന്തിനെതിരെയാണ് അവർ ശബ്ദമുയർത്തത്, അതിലേക്ക് തന്നെ എത്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയതാണ് ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. നെപ്പോട്ടിസത്തിനെ എതിർത്ത അവർ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏകാധിപത്യപരമായ പ്രവണതയിലൂടെ അതിൽ തന്നെ എത്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ നിലയ്ക്ക് ഇനി വരുന്ന പഞ്ചാബ് ഇലക്ഷൻ കൂടി നിർണായകമാണ്. ആ പഞ്ചാബ് ഇലക്ഷനിൽ അരവിന്ദ് കെജ്രിവാളിന് ആപ്പിൽ പഞ്ചാബിന് സ്ഥാനമില്ലാതാകുകയാണെങ്കിൽ തീർച്ചയായും ആപ്പ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രീയ ഏടായി മാത്രം വരുന്നതായിരിക്കും. തുടർന്ന് ആപ്പിൻ്റെ രാഷ്ട്രീയ ഭാവി BSPയുടേതോ അതല്ലെങ്കിൽ മറ്റു ഉദ്ധവ് ശിവസേനയുടെ പോലെ ഒന്നുമല്ലാതായി തീരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റുകൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. എന്തെങ്കിലും പറയുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ പ്രചോദനമാണ്. നന്ദി, നമസ്കാരം.